ഒരു പക്ഷേ നമ്മുടെ അപ്പർ മൂൺ ഡീമൺസ് ബ്രീത്തിങ് സ്റ്റൈൽ പഠിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും നമുക്ക് നോക്കാം. അപ്പർ മൂൺ ഡീമൺസ് ബ്രീത്തിങ് സ്റ്റൈൽ പഠിച്ചാൽ അത് എൻറ്റയർ ഡീമൺ സ്ലെയറിലെ കഥയെ തന്നെ മാറ്റിമറിക്കും. അത് എത്രത്തോളം ഭയാനകരമാകുമെന്നതിന് ഉദാഹരണമായി ഗ്യൂട്ടാറെ തന്നെ നമുക്ക് എടുക്കാം. സ്വന്തമായ ഒരു ട്രെയിനിങ്ങോ നല്ലൊരു ഫിസിക്കൽ സ്ട്രക്ചറോ ഇല്ലാതെ കൊടും പട്ടിണിയിലും ദാരിദ്ര്യത്തിലുമായിരുന്ന ഗ്യൂട്ടാറോ ഒരു ഫുൾ ട്രെയിൻഡ് സാമുറായെ കൊന്നിട്ടുണ്ട്. ഇനി ഗ്യൂട്ടാറോയുടെ ഡീമൺ ഫോമിലേക്ക് വന്നാൽ ഓൾറെഡി ഡീമൺ സ്ലേയേഴ്സിനെ ഡിഫീറ്റ് ചെയ്യുന്നതിന്റെ തൊട്ടരികിലെത്തിയ ആള് ഇനി ബ്രീത്തിങ് സ്റ്റൈൽ കൂടി പഠിച്ചാൽ തന്റെ ബ്ലഡ് ഡീമൺ ആർട്ടായ ബ്ലഡ് സിക്കിൾസും തന്റെ ബ്രീത്തിങ് ടെക്നിക്ക് കൂടിയായ ബ്ലഡ് മാനിപ്പുലേഷനും കൂടി ചേർത്ത് നൂറുകണക്കിന് ആൾക്കാരെ തീർക്കാൻ ഗ്യൂട്ടാറക്ക് അധിക സമയമൊന്നും വേണ്ടിവരില്ല. ഇനി അക്കാസയുടെ കാര്യത്തിലേക്ക് വന്നാൽ അത്രത്തോളം ഹൈ ഫിസിക്കൽ സ്ട്രെങ്ത് ഉള്ള ഒരു ഡീമൺ എർത്ത് ബ്രീത്തിങ് ടെക്നിക്ക് പഠിച്ചെടുത്താൽ തനിക്ക് ചുറ്റുമുള്ള പോരാട്ട ഭൂമിയെ മാനിപ്പുലേറ്റ് ചെയ്ത് തനിക്ക് അനുകൂലമാക്കി എടുത്താൽ അക്കാസയുടെ പവർ ചിന്തിക്കാവുന്നതിലപ്പുറമായിരിക്കും. ഇനി നമ്മൾ ദോമയിലേക്ക് വന്നാൽ തന്റെ ബ്ലഡ് ഡീമൺ ആർട്ടിനെ ഒരു ഐസ് ബ്രീത്തിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്തെടുത്താൽ ദോമയെ ഹാൻഡിൽ ചെയ്യാൻ പിന്നെ വളരെ ബുദ്ധിമുട്ടായി. കാരണം തനിക്ക് ചുറ്റുമുള്ള അന്തരീക്ഷത്തെ മരവിപ്പിച്ച് ശത്രുവിനെ കെണിയിൽപ്പെടുത്താൻ ദോമയ്ക്ക് വളരെ എളുപ്പമായി. ചുരുക്കി പറഞ്ഞാൽ അപ്പർ മൂൺ ഡീമൺസ് ബ്രീത്തിങ് സ്റ്റൈൽ പഠിച്ചാൽ പിന്നെ ഡീമൺ സ്ലേയേഴ്സിന് ഡീമൺസിനെതിരെ ഫൈറ്റ് ചെയ്യാനുള്ള ചാൻസ് പോലും കാണത്തില്ല. ഇനി ഒരു ചോദ്യം നിങ്ങളോടാണ്. എല്ലാ അപ്പർ മൂൺ ഡീമൺസും ബ്രീത്തിങ് സ്റ്റൈൽ പഠിച്ചാൽ കോക്ക് ശുബോക്ക് തന്റെ അപ്പർ മൂൺ 1 പൊസിഷൻ നിലനിർത്താൻ പറ്റുമോ ഇല്ലയോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക.